എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിട്ട് ഞാനൊരു ചാനൽ നോക്കി വരുന്നുണ്ട്. ആ ചാനലിൻ്റെ പേര് TV19 കേരള എന്നാണ്. അതിനകത്ത് കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ചേട്ടനുണ്ട്. എന്ന് വെച്ച് ബാക്കിയുള്ളവരൊന്നും മാധ്യമ പ്രവർത്തകർ അല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം മാധ്യമ പ്രവർത്തകർ ജേർണലിസ്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, കുറച്ച് ധർമ്മങ്ങളുണ്ട്. സ്വന്തമായിട്ട് ചാനൽസ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മുഖ്യധാര ചാനലുകളിൽ വർക്ക് ചെയ്യുന്ന അതിൻ്റെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറേ വാഗ്ധോരണികൾ അടിച്ചിറക്കുന്ന മാധ്യമ പ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ട്. നല്ല ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ ചേട്ടൻ ചെയ്യുന്നത് ഒരു വെറൈറ്റി പ്രവർത്തനമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭിക്ഷാടന മാഫിയ എന്ന് പറയുന്ന ഒരു സംഭവം പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് കുഞ്ഞുങ്ങളെ, പൊടി കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്ന് കൈ നീട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ അച്ഛനാണ്, അമ്മമാരാണ്, അപ്പൂപ്പന്മാരാണ്, അമ്മൂമ്മമാരാണ്, ഈ പറയുന്ന മാമന്മാരാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കുഞ്ഞു മക്കളുടെ മുഖം കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വല്ലാത്ത രീതിക്ക് അലിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കറ്റിലുള്ള പൈസകൾ നമ്മൾ എന്ത് നോക്കിയിട്ടായാലും അവർക്ക് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ പറയുന്ന റോഡ് സൈഡിലേക്കൊക്കെ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം അല്ലെങ്കിൽ എറണാകുളം സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ട്രാഫിക് ജാം പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്തും അതിനപ്പുറത്തേക്ക് നമ്മുടെ മുന്നിലേക്ക് എടുത്തു ചാടുന്ന ഭിക്ഷാടകരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഭിക്ഷാടകർന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കയ്യിൽ കുറേയധികം ബലൂൺസോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ വണ്ടി വൃത്തിയാക്കുന്ന തരത്തിലേക്കോ വന്ന് കയറിയിട്ട് കൈ നീട്ടുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവരുടെ കയ്യിലൊക്കെ ഉള്ള കുഞ്ഞു കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ആണോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടെ തന്നെ കണക്ട് ചെയ്ത് നിന്നുകൊണ്ട് വേഷം മാറിക്കൊണ്ട് ഈ ചേട്ടൻ ചെയ്ത് ഒപ്പിയെടുത്ത കുറേയധികം സത്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ലജ്ജിപ്പിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു പോരാട്ടം നടത്തുന്നതിനിടയിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ആ ചേട്ടനെ തല്ലാൻ വരുന്ന ഈ പറഞ്ഞ രംഗങ്ങളും ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആ മാന്യന്മാരെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം ഹാൻഡ്സ് അടക്കമുള്ള രാസലഹരികൾ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് ഇവർ വയലന്റ് ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാടിൻ്റെ പോക്ക് ആരൊക്കെയാണ് സപ്പോർട്ടേഴ്സ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിലും TV19 കേരള എന്നാണ് ആ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത്. ആ ചാനൽ എനിക്ക് വ്യൂസ് ഉണ്ടാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ പോയി ഒന്ന് കാണുക, അതിനുശേഷം മാക്സിമം അതൊന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ വീട് മുറ്റത്തിൽ നിന്ന് മിസ്സായിട്ടുള്ള കുട്ടികളാണോ ഇനി അവരുടെ ഈ പറഞ്ഞ പക്കൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം പോലും നമുക്കറിയത്തില്ല. അതിനുവേണ്ടി മാത്രം പറയുന്നതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ കൊച്ചിനെ കൊണ്ട് ഓടല്ലേ? നിങ്ങൾ എങ്ങോട്ടേ ഓടുന്നേ? ഈ കൊച്ചിനെ കൊണ്ട് നിങ്ങൾ എങ്ങോട്ടേ ഓടുന്നേ? ഒരു സ്യൂട്ട് ഇട്ട ആള് പേഴ്സിന്ന് നിങ്ങൾ തല്ലുന്ന എന്ത് കാര്യം? ഈ കണ്ട ചൂടിന് മുഴുവൻ ആ കൊച്ചിനെ കൊള്ളിച്ച് നീ പണിയെടുപ്പിച്ചിട്ട് മണിക്കൂറുകളായില്ല ആ കൊച്ചിനെ കൂടി പണിയെടുപ്പിക്കണേ. എന്നിട്ട് നീ വെള്ളം കൂടും. ഇത് എന്നോട് നിയന്ത്രിക്കാൻ അവർ ബലമായി വേണ്ട ആ സംസാരം ഞങ്ങളോട് വേണ്ട. അവനെ ഇടാവൊന്നും വിളിക്കണ്ട. അത് നമ്മുടെ ചാനൽ ക്യാമറമാൻ ചുമ്മാരി ഒന്നും വേണ്ട. ശ്രദ്ധ തിരിച്ചുവിടുവാനാണ് ഈ കളി എന്ന് എനിക്ക് മനസ്സിലായി. 7 പിള്ളേര് തളർന്നു കിടക്കണം. ഞാനേ എടുത്തേ. രാത്രി 2 മണിക്ക് ഞാൻ കണ്ട കാഴ്ചയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് പോകില്ല. അതിന്റെ എല്ലാ ഫംഗ്ഷനും ഞാൻ ഏറ്റെടുത്തു. ഇല്ല, തനിക്ക് എന്തെങ്കിലും ചെയ്യണം, താമൊന്നും ചെയ്തോ. നന്നായിട്ട് സോപ്പ് തേച്ചൊന്ന് കുളിപ്പിച്ച കൊച്ചു സാഹിബിന്റെ കൊച്ചുമാരിയോ. ഇതാ ആ കൊച്ചിനെ കൊണ്ട് ഭിക്ഷ ഉണ്ടെന്നുള്ള പോകലിരിക്കുന്നത്. ഭിക്ഷാടന നിരോധിത മേഖല എന്ന് പറഞ്ഞ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഭിക്ഷാടനം നമ്മുടെ നാട്ടിൽ ലീഗലി അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനും അത് പേഴ്സണലി ഇടപെടാം. തീർച്ചയായിട്ടും ബെഗറി, എനി കൈൻഡ് ഓഫ് ഈ മാഫിയ, അത് നമ്മുടെ സിറ്റിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കില്ല. അത് നമ്മളെ ഇത് ചെറിയൊരു വിഷമിക്കണ്ടെന്നൊന്നും പറയാനും പറ്റൂല. എന്താ പറയാ, അറിയാതെ. പക്ഷെ ഇപ്പൊ ഏതായാലും നിന്നിട്ട് എപ്പോ നിങ്ങൾ വിളിച്ചാലും ഞങ്ങൾ വന്നിരിക്കും. നമസ്കാരം, ഞാൻ ജെയിംസ്. ഞാനിന്ന് പുലർച്ചെ മുതൽ ഈ ഭിക്ഷാടകർക്കും ആക്രി പെറുക്കുന്ന അന്യസംസ്ഥാനത്തു നിന്ന് വന്നിട്ടുള്ള ആളുകൾക്കും പിന്നാലെ ഇങ്ങനെ തുടർച്ചയായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. എന്താ ശരിക്കും സംഭവിച്ചെന്താ ഇന്ന് ഇവിടെ? അവിടെ ഒരു കൊച്ചിനെ മയക്കി കിടത്തിയിട്ട് പൂവിൽപ്പനയാണ് അവരുടെ. ഇത് ഒരു കൊച്ചു ഇങ്ങനെ മയങ്ങി കിടക്കണ്ടായിരുന്നു. ഈ കൊച്ചു മയങ്ങിയാണ് കിടക്കുന്നത്. വിളിച്ചെടുത്ത് എണീക്കണ്ടായിരുന്നില്ല. നാട്ടുകാരെല്ലാവരും കൂടെ ഇടപെട്ടോ? എല്ലാവരും നാട്ടുകാർ നല്ല രീതിയിലുണ്ടായിരുന്നു. എല്ലാവരും കൂടി, എല്ലാ ആൾക്കാരും കൂടി. ചെറിയ കുട്ടികൾ വിൽക്കാണ്ടാണ്. അപ്പൊ ഒരു കൊച്ചിനെ ഒരു സ്ത്രീ തോളത്തിട്ടങ്ങനെയാണ്. അത് മയം കിടക്കി വിളിച്ചെടുത്ത് എണീക്കണില്ല കൊച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ വേഷം മാറി ഈ പാലത്തടി, വൈറ്റിലെ മേൽപ്പാലിനടിയിൽ ഭിക്ഷക്കാർക്കിടയിൽ വന്ന് ഞാൻ കിടന്നുറങ്ങി. ഒരുപാട് കൊതുകുവലകൾക്കടിയിൽ ഒരുപാട് പേർ കിടന്നുറങ്ങുന്ന കാഴ്ചയാണെന്ന് കാണിച്ചു തരുന്നു. ഒരു സ്ത്രീ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നത്. ആ സ്ത്രീ ഒരു ടെന്റിൽ നിന്ന് ഒരു കൊച്ചിനെ എടുത്ത് മുല കൊടുത്തതിന് ശേഷം ആ നെറ്റ് പൊക്കി അതിനകത്ത് ഈ കുഞ്ഞിനെ റഫായിട്ട് ഉരുട്ടി വിടുകയാണ്. ശേഷം ആ സ്ത്രീ നടന്ന് അടുത്ത ടെന്റിലേക്ക് പോവുകയാണ്. അടുത്ത കൊതുകുവലയ്ക്ക് അടുത്ത് ചെന്ന് ആ കൊതുകുവലയ്ക്കടിയിൽ നിന്നും ഒരു കുഞ്ഞിനെ എടുത്ത് സ്ത്രീക്ക് കൊടുക്കുന്നു. ആ കുഞ്ഞിനെ അവിടെ ഇരുത്തി ഈ സ്ത്രീ മുല കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ സ്ത്രീ അവിടെ വീണ്ടും നടന്നു പോവുകയാണ് അടുത്ത ടെന്റിലേക്ക്. അവളെ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരന്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. 4 കുട്ടികൾക്ക് മുല കൊടുത്തത് ഒരൊറ്റ സ്ത്രീ. എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്? ഏകദേശം സമപ്രായത്തിലുള്ള 10 മാസവും 1 വയസ്സുമൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങൾ, 4ഓളം കുഞ്ഞുങ്ങൾക്ക് തുടർച്ചയായി ഈ സ്ത്രീ ഓടി നടന്ന് മുല കൊടുക്കുകയാണ്. ഇതെന്ത് കഥയാണ്? ഇതിന്റെ പിന്നിൽ എന്താണ് നടക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ കൊച്ചിനെ കൊണ്ട് ഓടല്ലേ? ഓടരുന്ന്. നിങ്ങൾ എങ്ങോട്ടേ ഓടുന്നേ?
ഈ കൊച്ചിനെ കൊണ്ട് നിങ്ങൾ എങ്ങോട്ടേ ഓടുന്നേ? ഈ ബഹളത്തിനും വെപ്രാളത്തിനും ഇടയിലും ആ സ്ത്രീ ചെവിയിൽ വെച്ചിരിക്കുന്ന ഹെഡ്സെറ്റിൽ ആരോടോ ചടുലമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. അതാരാണ്? നിങ്ങൾ വണ്ടിയിൽ ആക്സിഡന്റ് ആവൂലേ? ആക്സിഡന്റ് ആവൂലേ? കൊച്ചിനെ കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ഓടുന്നേ? അല്ല, നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ ഭിക്ഷാടനമില്ല. കേരളത്തിൽ ഭിക്ഷാടനം നിരോധിക്കപ്പെട്ടതാ. മലയാളം മാത്രം അറിയൂല, കൈ കൂപ്പാൻ അറിയാം. നിങ്ങൾ ഈ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ ഓടി വല്ല വണ്ടി എടുത്ത് പോയാലാ? അല്ല, എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നത്? ഈ കൊച്ചിനെ കൊണ്ട് ഓടണം, ഓട്ടം കണ്ട. ഇങ്ങോട്ടോ മെല്ലെ ഇങ്ങോട്ടോ മെല്ലെ സ്ലോയില് വാ ഇങ്ങോട്ട് വാ. അങ്ങോട്ടോ ഇവിടെ ഭിക്ഷാടനം ഇല്ല. ഭിക്ഷാടനമൊക്കെ നിരോധിക്കപ്പെട്ടതാ. നടക്കൂല. മെല്ലെ പോ. വണ്ടി നോക്കി പോ. നിങ്ങൾ ഈ കൈകൂപ്പ് ഇങ്ങനെ ഈ കൈകൂപ്പിൽ നിങ്ങൾ ഈ കൊച്ചിനെ കൈകൂപ്പാൻ പഠിപ്പിച്ച് ആ വേഷം കൊടുത്തുകൂടെ വേണ്ട. എത്രയുണ്ട്? നമ്മുടെ മലയാളി കൊടുക്കുന്ന പൈസ എന്നാ പിടി. എത്ര നാളെ പറയണ്ടേ ഇവിടെ പറ്റില്ല എന്ന് പ്രാവശ്യം പറഞ്ഞു. ഈ കൊച്ചിന്റെ യഥാർത്ഥ കളർ ഇതാണോ? കളയാ സൂക്ഷിച്ചെടുക്കുക. ഇതെന്താ? ഇത് ഹാൻഡ്സ് ആണ്. ഈ കൊച്ചിനെ വെച്ചോണ്ട് ഹാൻഡ്സ് നോക്ക്. നിങ്ങള് നീ കൊച്ചിനോട് കൊടുക്കോടി. പൈസ ഒന്നും നമുക്ക് വേണ്ട. പൈസ എല്ലാം നിനക്ക് തന്നെ തരാം. നോക്കുക, മലയാളികൾ നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 നോട്ടുണ്ട്. 1000 2000 3000 4000 5000 5500 രൂപയുണ്ട്. നിക്ക നീ നിക്കലാണ് മാറിക്കടാ. ഇത് മലയാളം തന്നെ. ഈ പൈസ എനിക്ക് വേണ്ട. ഞങ്ങൾ ആരും മേടിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്നെ കൊണ്ടേക്കോ. ഇതാരാ ഈ സ്യൂട്ടിട്ട ആളാരാ? ഇതാരാ? ഇതാ ഒരു സ്യൂട്ടിട്ട ആള് പേഴ്സിന്ന്. ഇതെല്ലാരും കണ്ടോ? 5500 രൂപ. നോക്ക്, കൊച്ചിനെ കൊണ്ട് ഡാൻസ് അതിന്റെ കൂടിയായിട്ടോ. ഒന്ന് 112 വിളിച്ചേ. ഒന്ന് 112 വിളിച്ചേ. ഫോൺ എന്തെങ്കിലും വന്നാൽ ഇല്ല, പോലീസ് വരട്ടെ. അങ്ങനെ വിട്ടാൽ ശരിയല്ല. ഈ കൊച്ചിന് വരെ എന്താ കൊടുക്കണം എന്നുള്ള അറിയണ്ടേ? മക്കൾ പേടിക്കണ്ട കേട്ടോ. കുഞ്ഞു പേടിക്കണ്ട കേട്ടോ. മോൻ പേടിക്കണ്ട. ഹലോ ഒന്നും വേണ്ട. വേഷം കൊണ്ട് കാണിക്കണം. നീ പോയടാ അങ്ങോട്ട്. അവനെ വേണ്ട. അടിക്കല. നീ എണീറ്റ് പോയേ. ഈ പൂങ്കായ ഒന്നും വേണ്ട. പൂങ്കായ്ക്ക് അങ്ങോട്ട് മാറ്റി വെക്ക്. നീ ഒരു ഡയലോഗൊന്നും വേണ്ട. അങ്ങോട്ട് മാറിയിരുന്നു. പൂക്കച്ചവടമാണെന്ന് കാണിക്കാൻ വേണ്ടി പൂ കൊണ്ട് കൊടുക്കാൻ നോക്കണം. അതൊന്നും വേണ്ട. വരട്ടെ ഇങ്ങോട്ട്. ഭിക്ഷാടകരായിട്ടുള്ള ആളുകളും ആക്രി പെറുക്കാനെന്നുള്ള വ്യാജേന നമ്മുടെ നാട്ടിലെത്തുന്ന അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകൾ, ഇവർ നമ്മുടെ കുഞ്ഞുങ്ങളെ റാഞ്ചുകയും നമ്മുടെ നാട്ടിലും വീട്ടിലുമുള്ള വിലപിടിപ്പുള്ള വസ്തുവകകൾ നമ്മുടെ കണ്ണു തിരുന്ന നിമിഷം ഇവർ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതിങ്ങനെ പതിവായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ യൂട്ടേൺ എടുക്കുന്നത് പ്രശ്നമാണ്. ഇത് എന്നോട് നിയന്ത്രിക്കാൻ അവർ ബലമായി ആ സംസാരം ഞങ്ങളോട് വേണ്ട. നിങ്ങൾ ട്രാഫിക് പോലീസിൽ അറിയിച്ചു കേട്ടോ. അവനെ ഇടാവൊന്നും വിളിക്കണ്ട. നമ്മുടെ ചാനൽ ക്യാമറമാനെ ചുമ്മാരി അതൊന്നും വേണ്ട. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടുവാനാണ് ഈ കളിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ട്രാഫിക് പോലീസിനെ നിങ്ങൾ വിവരം അറിയിക്കും. അപ്പോൾ അവർ നേരെ എന്റെ ക്യാമറമാന്റെ മെക്കിട്ട് കയറി തുടങ്ങി. കഴിഞ്ഞ ദിവസം വന്ന് പിങ്ക് പോലീസ് ഇവരെ പറഞ്ഞു വിട്ടാണെന്ന്. എല്ലാം ശരിയാക്കി അങ്ങോട്ട് മാറിയിരിക്കും. നിന്റെ പൈസ എല്ലാം നിനക്ക് കിട്ടും. ഈ പൂ വിൽക്കാനെന്നുള്ള മറവിലാണ് വരുന്നത്. പൂ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാലോ. ബിസിനസ് ആർക്കും വേണം, എവിടെ വേണം ചെയ്യാലോ. ആ പേരിൽ വന്നിട്ട് ഈ ഹാൻഡ്സ് കിട്ടി കൊച്ചിനെ തളർന്ന് ഇരിക്കുന്ന ഈ കൊച്ചിനെ തോളത്തി വന്നിട്ട് വേഷം കെട്ട് കാണിക്കുന്നുണ്ടല്ലേ. അവിടെ നിൽക്കും. ഒരു ഉദറുമില്ല. നീ അവിടെ നിൽക്കും. അത്ര തന്നെ. ആയിക്കോട്ടെ. പോലീസ് വരാതെ എന്തായാലും വിടില്ല. ആയിക്കോട്ടെ. ആരും അവരുടെ ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ല. അവിടെ ഇരുണ്ട്. പോലീസ് വന്നു കഴിഞ്ഞാൽ കൊണ്ടേക്കോട്ടെ. ദാറ്റ്സ് ഓൾ. ഒരു ജാരയില്ല. അവിടേക്ക് ധൈര്യം ഉണ്ടെന്നുള്ള പറയാം. ഇപ്പൊ വരട്ടെ, പോലീസ് അവര് പറഞ്ഞിട്ട് ഇവിടുന്ന് എവിടെ പോകില്ല. ഞങ്ങള് അവിടേക്ക് അവിടെ നിന്നോ. കഴിഞ്ഞ ദിവസം രാത്രി പിങ്ക് പോലീസ് വന്ന് കൊണ്ടുപോയതാണ് ഇവരെ. ഇത് ഇപ്പൊ ഇവിടെ ബലം കാണിക്കണം. വണ്ടിക്ക് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞാൽ അവിടെ ട്രാഫിക് പോലീസിനെ വിളിക്കുക. എന്നാ ഈ പുള്ളിക്കാരൻ അവിടെ പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല. നീ അവിടെ നിൽക്കേ. പോലീസ് വരട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർ എന്നോട് തട്ടിക്കേറുന്നവർക്കിടയിലുണ്ട്. ഈ ഭിക്ഷാടകർ പോലീസ് പിടിയിലെത്തിയാൽ സ്വാഭാവികമായും അവരും പിടിയിലാവുമല്ലോ. അതിനാലാവണം ഇവരെ പറഞ്ഞു വിടുവാൻ ഇവർ ഇത്രയധികം ബഹളം കൂട്ടുന്നത്. അപ്പൊ ഞാനിപ്പോ ട്രാഫിക് പോലീസിൽ പോയി പറഞ്ഞു ഇവിടുത്തെ യൂട്ടേൺ ഒഴിവാക്കണം എന്നാണ് പുള്ളി പറയണം. ഞാനിപ്പോ ഇവിടുന്ന് എങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വണ്ടി വിടും. അതെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോളൂ. അടിച്ചില്ലേ പണി കഴിഞ്ഞ് പോയി
ഒരാള് വന്നു അടിപൊളി ഒന്നും പറയാനില്ല. പോട്ടെ പോട്ടെ അല്ല ഇത്ര അല്ല പോട്ടെ 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 അല്ല പോട്ടെ ഇത്ര സമയമായിട്ട് ഒരാൾ വന്ന് ചോദിച്ചു. അതാണ് നെറ്റിനുള്ളിലെ കുട്ടികൾ തളർന്നു കിടക്കണം. രാത്രി 2 മണിക്ക് ഞാൻ കണ്ട കാഴ്ചയാണ്. വേഷം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നീ ഇവിടുന്ന് പോകില്ല. ഞാനാ പറയണേ. അതിന്റെ എല്ലാ ഫംഗ്ഷനും ഞാൻ ഏറ്റെടുത്തു. എനിക്ക് ഒരുത്തരം സപ്പോർട്ട് വേണ്ട കേട്ടോ. മാറിക്കോട് ബാക്കി പിന്നെ പറയാം. നീ മാറി അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി നീ കൊച്ചിനായിട്ട് അങ്ങോട്ട് മാറി നിൽക്കേ അങ്ങോട്ട് മാറി ബാക്കിലേക്ക്. നിന്റെ പൈസ ഒന്നും ഇവിടെ ആരും മേടിക്കുന്നില്ല. എന്റെ ഫോൺ ഹാങ് ആണ്. ആരെങ്കിലും ആ മരട് പോലീസ് സ്റ്റേഷനിൽ വിളിക്കാമോ? ഇതിന് പരിപൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും ഇല്ല. നിങ്ങൾ വിളിച്ചോ, അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. ആരും ഇപ്പം നിങ്ങൾ 2 പേരെങ്കിലും ഇവിടുന്ന് പോകരുത് കേട്ടോ. ബാറിനകത്ത് കയറും, 2 എണ്ണം അടിക്കും, ഇറങ്ങി വരും, എനിക്കെതിരെ കൊലവിളി. ഇതിങ്ങനെ 5-6 പേർ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീയുടെ കയ്യിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇവരുടെ ഉടമസ്ഥതയിലുള്ളതാണോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സാധനം കണ്ടല്ലോ, നിങ്ങൾ നോക്ക്. ഇല്ല തനിക്ക് എന്തായാലും ചെയ്യണം. താൻ വന്ന് ചെയ്തോ. താൻ ചെയ്തോടോ. ഇങ്ങോട്ട് വാ. താൻ വന്ന് ചെയ്തോ. ഞാനിവിടെ ലൈവായിട്ട് നിൽക്കുക. താൻ എന്താ വെച്ചാൽ ചെയ്തോ. എന്നെ തല്ലണമെന്ന് പോകും മറക്കും. എന്നെ തല്ലണം. ട്രിപ്പ് പോലെ വണ്ടി ഒന്ന് മാറ്റിയിടും കൂടെ. ദൈവം തുണ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നല്ല മനസ്സുള്ള ഓട്ടോ ഡ്രൈവർമാർ എത്തിത്തുടങ്ങി. നിങ്ങൾ തല്ലുന്നോ എന്ത് കാര്യത്തിൽ? ഇതെന്താണിത്? ഹാൻസ് ആണോ? ഈ കൊച്ചിനോട് ഭിക്ഷ ഉണ്ടെന്ന് കുഴപ്പമില്ല. ഈ കൊച്ചിനെ കൂടെ ഭിക്ഷ ഉണ്ടെന്ന് കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് ഈ കൊച്ചിനെ കൊണ്ട് ഭിക്ഷ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മറുപടി പറ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മറുപടി പറ. ഒരുമിച്ച് അവിടേക്ക് പോലീസുകാരെ ഇവിടുന്ന് എവിടെ പോകില്ല. പിങ്ക് പോലീസ് ഇവിടെ വന്ന് കൈ ആയിക്കോട്ടെ. നിന്ന് ഉച്ചയ്ക്ക് വയല് മുഴുവൻ ഈ കൊച്ചിനെ കൊള്ളിച്ചപ്പോൾ നിങ്ങൾ ആരും ഉണ്ടായിരുന്നു ചോദിക്കാൻ വേണ്ടി. അത് മുഴുവൻ വീഡിയോ, അതിന്റെ മുഴുവൻ വീഡിയോ ഉണ്ട്. ഇതിന് സമാധാനം പറയാതെ പോലീസുകാർ വന്നിട്ട് പോകുള്ളൂ. എനിക്ക് നാണുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞാൻ റോഡിന് നടക്കാൻ നിൽക്കണം. താൻ തല്ലിച്ചു പോകുന്നു. ആ കൊച്ചിനെ കൊണ്ട് ഉച്ചയ്ക്ക് വേണ്ടി ഇവിടെ ഭിക്ഷ വേണ്ടി നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല. ഈ കൊച്ചിന് ചോറിന് വേണ്ടി കാണോ ഈ കണ്ട? മറുപടി പറഞ്ഞതേ പോകുന്നുള്ളൂ. തൊടൂല പോലീസ് വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ ക്യാമറമാന്റെ കയ്യിലിരുന്ന ക്യാമറ പലവട്ടം അടിച്ച് പൊടിപൊടിയാക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചു. ക്യാമറമാന്റെ വളരെ സംയമനത്തോടുകൂടിയുള്ള ഇടപെടൽ കാരണമാണ് വലിയ അപകടം ഒഴിവായത്. ബലമായി അവർ ഞങ്ങളുടെ ക്യാമറ ഓഫ് ചെയ്യിപ്പിച്ചു. ആരെങ്കിലും പോലീസ് വിളിക്കോ? അതെ പണിയെടുക്കുന്ന കാശ് അറിയാം. കേരളത്തിലെ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്ന വസ്തുതയാണ്. പിള്ളേരൊക്കെ തട്ടിക്കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ തികച്ചും മാന്യന്മാരായ വൈറ്റിലെ ഓട്ടോ ഡ്രൈവർമാർ സംയമനത്തോടുകൂടി നിന്നു. അവസാനം എനിക്ക് അടി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അവർ ഇടപെട്ടു. പള്ളി പറഞ്ഞാൽ മതി, എന്ത് വേണം ചെയ്യാം. രംഗം പന്തിയല്ല, പോലീസ് എത്തി എന്ന് മനസ്സിലായതോടുകൂടി ഓരോരുത്തരായി വലിഞ്ഞു തുടങ്ങി. സാറേ നമ്മളോട് പിടിച്ച ഈ സ്ത്രീ ഭിക്ഷ തണ്ടരുത്, ഇവിടെ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു പറഞ്ഞത് പോയിട്ടോട്ടെ. പക്ഷേ ഇവർ ഈ കൊച്ചിനെയായിട്ട് ഉച്ചയ്ക്ക് ഈ വെയിൽ മുഴുവൻ കൊണ്ടുവന്ന് ഈ ഓട്ടോക്കാർ മുഴുവൻ ദൃസാക്ഷികളാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വണ്ടിയുടെ ഇടയിൽ കൂടെ ഇത് വരുമ്പോൾ കയ്യോടെ ഞാൻ പറഞ്ഞു നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു. വന്ന് നോക്കുമ്പോൾ ഇത് അവരെ കൊച്ചിനെടുത്ത് ഓർത്ത് നോക്കുന്ന സ്ത്രീയുടെ ചെയ്താ. ഇതിനകത്ത് 5500 രൂപയുണ്ട്. ഭിക്ഷാടനം ഇവിടെ പറ്റില്ല. ബിസിനസ് ആണെങ്കിൽ ഓക്കെ. ഇവരുടെ കയ്യിൽ ഒരു പൂവില്ല, ഒന്നുമില്ല. ഇപ്പൊ ഇവൻ കൊണ്ടുവന്ന പൂ കൊണ്ട് കൊടുക്കുകയാണ് ബിസിനസ് ആണെന്ന് സ്ഥാപിക്കാൻ. കഴിഞ്ഞ ദിവസം പിങ്ക് പോലീസ് വന്ന് രാത്രി 1 മണി സമയത്ത് ഇവർ ഇവിടുന്ന് ഓടിച്ച ഇവരെ തന്നെ ഞാനുണ്ടായിരുന്നു. സോളത്ത് കൊച്ചിനെ ഇത്തിരി ഭിക്ഷ വേണ്ടിയാണ്. ഒരു പൂ അവരുടെ കയ്യിലില്ല. ഈ ഓട്ടോക്കാരെല്ലാം ദൃസാക്ഷികളാണ്. നിങ്ങൾ കണ്ടായിരുന്നോ? ഇവിടെ ഒരു പൂ ഉണ്ടായിരുന്നോ? ഒരു പൂ കായൊന്നുമില്ല. ഇവിടെ ഭിക്ഷ വേണ്ടിയായിരുന്നു. കൊച്ചുങ്ങളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ട്, അല്ലാതെ സ്വന്തം കൊച്ചാണ് ആയിക്കോട്ടെ. ഭിക്ഷാടനം ഇവിടെ നിരോധിക്കപ്പെട്ടതാണ്. ഇവൻ നൈസായിട്ട് ഈ പൂ കൊണ്ടുവരിക, പൂ കൊണ്ടുവന്ന് അവിടെ കൊടുക്കുക. അവനകത്തുനിന്ന് ഓരോ പെഗ് അടിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് എന്നെ ഭരിക്കാൻ പറ്റും. അവിടെ കയറും, ഈ 2 പെഗ് അടിക്കും, ഇറങ്ങി വരും, എന്റെ പെഗ് കയറും. എല്ലാവരും ഓരോ പൂക്കോടെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ കൊച്ചിനെ മുഖത്ത് നോക്കി, ആ കൊച്ചിനെ മോഹം കണ്ടിരിക്കണേ. ഞാൻ അമ്പരന്ന് പോണ ഒരു വിഷയം ഇതാണ്. എന്നെ ഇവിടെ ഉള്ളവർ എന്നെ തല്ലാൻ പറ്റും.
അത് ഓരോരുത്തരും ബാറി കയറി 2 അടിക്കും, എന്നിട്ട് എന്നെ തല്ലാൻ നോക്കണം. ഒരാൾ എന്നെ കൂടെ ഇല്ല, തല്ലിട്ട് അങ്ങനെ പോകാൻ ധൈര്യമുള്ള തല്ലിട്ട് പോട്ടെ. ഒരു 8-10 പേരാണ് അവിടെ ഓരോ പെൺകുടിച്ചിട്ട് കൂടി വരുന്നത് തല്ലാൻ വേണ്ടിയിട്ട്. ഞാൻ നിയമത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അല്ല അതെങ്ങനെ സുഹൃത്തെ നിങ്ങൾ നോർത്ത് ഇത്രയും പേര് എന്നെ തല്ലാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഈ നാട്ടിൽ വല്ല രാജ്യദ്രോഹം ചെയ്യുന്ന വലിയ സിമ്പിളാണോ? ഈ കൊച്ചുണ്ട ഇന്നലെ രാത്രി 2 മണിക്ക് ഈ കൊച്ചു കൂടെ കിടക്കുന്ന വിഷയം ഞാൻ പോയി എടുത്താ, ആരും അറിഞ്ഞിട്ടില്ല, ഒരു ബോധമില്ല അതിങ്ങനെ നടക്കുക. ഇവരുടെ നാട്ടിൽ ഏക്കർ കണക്കിന് പ്രോപ്പർട്ടി ഉള്ള നല്ല പൈസക്കാരാണ് ഇവര്. അല്ല പോലീസ് ഒന്നും കണ്ട ഈ അടിച്ചിട്ട് ഇവിടെ ഒന്ന് ഡയലോഗ് അടിച്ച് ഒരാളും കൂടി വരുന്നുണ്ട്. നിനക്ക് കൈ കൂപ്പാനും ഭിക്ഷ തണ്ടാനും അറിയുമല്ലോ. കഴിഞ്ഞ ദിവസം SI വന്ന് നിന്നോട് പറഞ്ഞല്ലേ, പിങ്ക് പോലീസ് രാത്രി പോലീസുകാരെല്ലാം നിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞല്ലേ, ഇവിടെ നിൽക്കരുന്ന് പറഞ്ഞ് അന്നേരം ഓടിച്ചല്ലേ. പോലീസ് വന്നപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, ഇതാ നിൽക്കുന്നു കുറെ പേർ. നിൽക്കുന്നുണ്ട്. നേരത്തെ നമുക്ക് പോസിറ്റീവ് പറഞ്ഞു, പുള്ളി എനിക്ക് സപ്പോർട്ട് പറഞ്ഞു വന്ന ആളായി. പുള്ളി കുറച്ച് മുന്നേ ആ തല്ലാൻ വന്ന ആളുകളോട് പുള്ളി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. എനിക്ക് സപ്പോർട്ട് പറഞ്ഞു വന്ന ആളാണ് നിങ്ങൾ. കുറച്ച് മുന്നേ കുറച്ച് കഴിഞ്ഞപ്പോൾ തല്ലാൻ വേണ്ടി ആളുകൾ വന്നപ്പോൾ നിങ്ങൾ അതിന് കൂടെ ഉണ്ടായിരുന്നു, എന്നെ കൂടെ. അല്ലല്ല ഞാൻ കണ്ടു, കുറച്ച് മുന്നേ ഇവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവർ പൂ വിറ്റോട്ടെ, അത് ഇവരുടെ ബിസിനസ്, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നട്ടുച്ചയ്ക്ക്, അത് ഇവിടുത്തെ നമ്മുടെ ചൂടെന്ന് പറഞ്ഞാൽ അറിയാലോ, താങ്ങാൻ പറ്റൂല. എന്ത് ജാതി ചൂട്, ആളുകൾ തളർന്നു വീഴുന്ന അതിലൊരു ചൂട്. ഈ കുഞ്ഞിനെ കൊണ്ട് ഇവർ ഈ നട്ട വെയിൽ മുഴുവൻ കൊള്ളിച്ചിട്ട് ഈ കുഞ്ഞ് പാതി പ്രാണനായിരിക്കും. നോക്കിയത് ഇതിന്റെ മുഖത്തൊന്ന് ഇത് വെയിൽ കൊണ്ട കരിയായി നോക്കിയേ. ഇതെന്ത് പഴിച്ചു, എന്ത് തെറ്റി ചെയ്ത് കൊച്ചെ? നന്നായിട്ട് സോപ്പ് തേച്ചൊന്ന് കുളിപ്പിച്ച കൊച്ചു സാഹിബിന്റെ കൊച്ചുമാരിയോ? ഇതാ ആ കൊച്ചിനെ കൊണ്ട് ഭിക്ഷ ഉണ്ടെന്നുള്ള പോകലിൽ എന്ത് ബ്രാൻഡാന്ന് എനിക്കറിയില്ല. കൂടിയായിട്ടോ ഇവരാരോ പറഞ്ഞു കൂടിയായിട്ടാണ്. അതെ, നീ ആ കൊച്ചിന് വെള്ളം കൊടുത്തോ? നീയാണോ കുടിക്കണം വെള്ളം? ഈ കണ്ട ചൂടിന് കൂടിയാണ് ആ കൊച്ചിനെ കൊള്ളിച്ച് നീ പണിയെടുപ്പിച്ചിട്ട് മണിക്കൂറുകളായില്ല ആ കൊച്ചിനെ കൂടി പണിയെടുപ്പിക്കണേ. എന്നിട്ട് നീ വെള്ളം കൊടുക്കും, അവിടെ പല കറണ്ടില്ലേ. നീ ആ കൊച്ചിനെ കൊടുത്ത് വെള്ളം കൂടെ കൊടുക്കും, കൊച്ചിന് വെള്ളം കൊടുക്കും. ഇതാ ആ കൊച്ചിനെ കൊടുക്കും. പോലീസിന്റെ നിഴല് കണ്ടപ്പോൾ ഈ കണ്ട ബഹളം മുഴുവൻ ഉണ്ടാക്കിയവന്റെ ഓട്ടം കണ്ടോ? ഇവർ ഈ പൂ വിൽപ്പന എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ അവൻ കൊണ്ടുവന്ന് പൂ കൊണ്ടുവന്ന് അവളുടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഈ ഓട്ടോറിക്ഷക്കാരെല്ലാം ദൃക്സാക്ഷികളാണ്. നട്ടുച്ചയ്ക്ക് ഈ കൊച്ചിനെയും കൊണ്ട് നടു റോഡിൽ വെയിൽ കൊണ്ട് എൻ്റെ പൊള്ളലാണ് ആ കൊച്ചിൻ്റെ മുഖത്തുള്ളത്. കുറേ ഒരു കൊച്ചുണ്ടായിരുന്നു, ആ കൊച്ചിനെ കൊണ്ട് അവർ പോയി വിട്ടോളൂ. ഏത് സ്റ്റേഷനിലേക്കാണ്? മരട് വിളിച്ചു. എന്നെ അടിച്ച് പൊളിച്ചു കളയുമെന്ന് പറഞ്ഞ് കുറെ മലയാളികൾ ഇതിനിടയിൽ വന്നു. അവരെ കൃത്യമായി കണ്ടെത്തി പിടികൂടുമെന്ന് പോലീസ് വാക്ക് തന്നിരിക്കുകയാണ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലെത്തിയ IPSന്റെ അടുത്തേക്ക് ഭിക്ഷാടകരായിട്ടുള്ള ആളുകളുടെ ഒരു കടന്നുവരവ് നമ്മുടെ കൊച്ചി മാത്രമല്ല എല്ലാ സിറ്റികളിലുള്ളതാണ്, എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ എറണാകുളത്ത് നമുക്ക് ഈ സാധനങ്ങൾ വിൽക്കാനെന്നുള്ള വ്യാജന, ആക്രി സാധനങ്ങൾ പെറുക്കാനെന്നുള്ള വ്യാജനൊക്കെ ഇവർ കടന്നു വന്നിട്ട് ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവർ ഈ പാലത്തിനടിയിലൊക്കെ തങ്ങിയിട്ട് രാത്രി സമയങ്ങളിൽ ഇവർ ചെയ്യുന്നു. എന്താണ് പോലീസിന് ചെയ്യാനുള്ളത് അതിനകത്ത്? പരമാവധി കുറേ കുട്ടികൾ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു അപകടപരമായ രീതിയിൽ വണ്ടികളെല്ലാം നിർത്തുന്ന സമയത്ത് അവിടെ പോയിട്ട് കച്ചവടം ചെയ്യുന്നത് അത് എന്തായാലും അനുവദിക്കാൻ പാടില്ല. അപ്പോൾ അത് നിരോധിക്കാൻ വേണ്ടി നമ്മൾ കുറേ നടപടികൾ എടുത്തിട്ടുണ്ട്. റീസെൻ്റ്ലി മാർച്ച് 7-ാം തീയതി നമ്മൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ആൾക്കാരുടെ യോജിച്ചോടുകൂടി ഒരു റെയ്ഡ് നടത്തി കുറേ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ പിടിച്ചു, നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു സ്ഥലത്തേക്ക് ഇവരെല്ലാവരും മാറ്റി, പക്ഷേ പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, വീണ്ടും വന്നു, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് അവരെല്ലാവരും പോയി. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ ഈ ആൾക്കാരെല്ലാവർക്ക് ശരിക്കും വരുമാനമുള്ള ആൾക്കാരാണ്. ഇവർ പാലത്തിൻ്റെ അടിയിലോ റോഡിൻ്റെ മേലിലോ ഈ കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് താമസിക്കേണ്ട ഒരു ആവശ്യമില്ല. അവരെ കുറച്ചുകൂടി സെൻറ്റർ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റാമെന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ജില്ലാ ഭരണത്തിൻ്റെ ഒരു കോർഡിനേഷനോടുകൂടി, കോർപ്പറേഷൻ്റെ ഒരു കോർഡിനേഷനോടുകൂടി ഒരു കല്ലൂരിലെ ഒരു സ്ഥാപനം ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനകത്ത് സ്ത്രീകളെയും ആണുങ്ങളെയും വേറെ വേറെ ആയിട്ട് താമസിപ്പിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇനി മാറ്റേണ്ട ആൾക്കാരെല്ലാവരും അങ്ങോട്ടേക്ക് മാറ്റാം. രണ്ടാമതൊരു കുട്ടികളുടെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികൾ മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് എടുത്ത് മാറ്റാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നില്ല. അല്ലാതെ ആരെങ്കിലും ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആൾക്കാരോ ഓർഫൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രോപ്പറായ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ കസ്റ്റഡിയിൽ എടുത്തിട്ട് നമ്മൾ അവരെ ആവശ്യമുള്ള കെയർ അതെല്ലാം നമ്മൾ നൽകാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചി സിറ്റി പോലീസ് വളരെ സഡൻ ആക്ഷനാണ്. പക്ഷേ ഇവർ വന്ന് ഓടിച്ചു കഴിഞ്ഞാൽ സാർ പറഞ്ഞ പോലെ അടുത്ത പാലത്തിനടിയിലേക്ക് പോകും, ഇല്ലെങ്കിൽ പോലീസ് പോയി കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് അവിടെ തന്നെ വന്ന് കിടക്കും. വൈറ്റിലെ മേൽപ്പാലത്തിനടിയിൽ ഈ സൈഡിൽ ഗ്രില്ലിന് പുറത്തേക്കും റോഡാണ്. രാത്രി 12 മണിയായാലും വാഹനങ്ങൾ ചീറിപ്പായുക. കുഞ്ഞു കുട്ടികളൊക്കെ ഈ ഗ്രില്ല് ചാടി കിടന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇരുട്ടാണെങ്കിൽ ഇവരെ ഷർട്ട് ഒന്നും ഇട്ടിട്ടില്ലെന്നാണ് ഇവരുടെ മേത്ത് ഒന്നാമത് മൊത്തം
കരിയും കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാവുക പോലുമില്ല. ഈ ചെറിയൊരു മനുഷ്യക്കുഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ ഈ വരുന്ന വാഹനങ്ങളുടെ അടിയിൽ പെടാം. അപ്പോൾ അതിനടിയിൽ നിന്ന് ഇവരെ പൂർണ്ണമായിട്ടും സാർ പറഞ്ഞ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ കടന്നു വരവ്, ഇവരുടെ ഈ വരവ് ഒഴിവാക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി സാധിക്കുക? നമുക്ക് വരവ് ഒഴിവാക്കാൻ പറ്റില്ല. അവർക്ക് ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാം. പൊതുസ്ഥലത്ത് താമസിക്കാനുള്ള ഒരു അവകാശമില്ല. സോ അതിനുവേണ്ടി കുറേ കാര്യങ്ങളുണ്ട്. ഈ ശരിക്കും നോർത്ത് പാലത്തിന്റെ അടിയിൽ താമസിക്കുന്ന ആൾക്കാർ കുറേ റോബറി കേസുകൾ, തെഫ്റ്റ് കേസുകൾ റിപ്പോർട്ടായിട്ടുണ്ട്. അതുപോലെ അടിപിടി കേസുകൾ റിപ്പോർട്ടായി. കുറേ പേർ ഇവിടെ മദ്യപിച്ചിട്ട് അവരുടെ ഇടയിൽ കടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് അവരെല്ലാവരെയും പിടിച്ചെടുത്ത് മാറ്റാൻ പറ്റില്ല. നമുക്കൊരു ലൈക്ക് കുറച്ച് NGOs ഉണ്ട്, ചൈൽഡ് വെൽഫെയർ യൂണിറ്റുകളുണ്ട്, ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് കോർപ്പറേഷൻ്റെ ഉണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്. ഇവരെല്ലാവരും കൂടി നമ്മൾ ചർച്ചിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വർദ്ധിച്ചു വരും. കുറേ സ്ഥലങ്ങളിലേക്ക് രാത്രി സമയങ്ങളിലോ മറ്റു സമയങ്ങളിലോ സാധാരണക്കാർക്ക് സഞ്ചരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യങ്ങൾ കൂടെ വരാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായ രീതിയിൽ ഇത് ഇടപെട്ടിട്ട് അതാത് സമയത്ത് മാറ്റാനുള്ള എടുക്കുന്നുണ്ട്. ഭിക്ഷാടന നിരോധിത മേഖല എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഭിക്ഷാടനം നമ്മുടെ നാട്ടിൽ ഭിക്ഷാടനം നിരോധിതമാണ്. ലീഗലി അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് അത് അനുവദിക്കാൻ പറ്റില്ല. ഇവർ ഗ്ലാസ് തുടയ്ക്കാനെന്നുള്ള വ്യാജേന വന്ന് ഗ്ലാസ് തുടച്ചതിന് ശേഷം പൈസ ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ജംഗ്ഷനിൽ വെച്ചിട്ട് ഈ ഗ്ലാസ് തുടച്ചിട്ട് പൈസ ചോദിച്ച് കൊടുക്കാതെ വന്നപ്പോഴത്തേക്കും ഗ്ലാസ് അടിച്ചു പൊട്ടി. അതിനകത്ത് നമ്മൾ എന്തായാലും നടപടി എടുക്കും. അങ്ങനത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസ് നമുക്ക് 112 വിളിച്ചറിയിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞ പോലെ ആൾക്കാർക്ക് അവിടെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പോവാം. പക്ഷേ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോയാൽ നമ്മൾ അത് അന്വേഷിച്ചിട്ട് ആവശ്യമുള്ള നടപടി തീർച്ചയായിട്ടും എടുക്കാം. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നോക്കാം. സംസ്ഥാനത്തെ ഏറ്റവും നല്ല കളക്ടർക്കുള്ള അവാർഡ് നേടിയ NSK ഉമേഷ് IAS എറണാകുളം ജില്ലാ കളക്ടർ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ഈ ഭിക്ഷാടന മാഫിയ പോലീസും കളക്ടറും എല്ലാം ഒരുപാട് മുൻകൈ എടുത്തിട്ട് ഈ ഭിക്ഷാടകരെ ഇവിടെ നീക്കം ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടോ അത് വിജയിച്ചിരുന്നു ആ സമയത്ത്. പക്ഷേ ഇത് പാലത്തിനടിയിലൊക്കെയുള്ള ഇവർ രാത്രി ആയി കഴിഞ്ഞാൽ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് അവിടെ ചെയ്യുന്നതിൻ്റെ വിഷ്വലുകൾ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കുറേ വാർത്തകൾ ചെയ്തത്. കുഞ്ഞു കുട്ടികളുടെ മർമ്മഭാഗത്തിനടുത്ത് ഒഴിക്കുന്ന വിഷയമൊക്കെ ഒരുപാട് ക്ലിക്കായതാണ്. ഞങ്ങളെല്ലാം പോലീസിനെ കൈമാറിയിരുന്നു, TWC കുട്ടികളെ ഏൽപ്പിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. സർ, എന്തുകൊണ്ടാണ് ഈ ഭിക്ഷാടകരെ അല്ലെങ്കിൽ ആക്രി പെറുക്കുന്നു എന്നുള്ള വ്യാജേന ഇവിടേക്ക് കടന്നു വരുന്ന ആൾ രാത്രി സമയങ്ങളിൽ ഇവർ ഭയങ്കരമായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഏർപ്പെടുകയാണ്? എന്താ നമുക്ക് ചെയ്യാൻ വേണ്ടി? ഇല്ല, ഇതിൽ 2 കാറ്റഗറി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സിറ്റി പരിധിയിൽ ജോലിക്ക് പോകുന്നവരും ഇവിടെ കിടക്കുന്നുണ്ട്. പല മെട്രോസ് പില്ലേഴ്സിന്റെ താഴെ കിടക്കുന്നുണ്ട്. ബെഗറിയും ഉണ്ട് നിങ്ങൾ പറയുന്നത് പോലെ. സോ നമ്മൾ 2 കാണുന്നത്. ഒന്ന് ശേഷിയുള്ള ഇപ്പോൾ തമിഴ്നാട്, തെലുഗു കുറേ പേര് ഞാൻ തന്നെ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അതുപോലെ ആളുകളെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യാനാണ്. അവർക്കൊരു നൈറ്റ് സ്റ്റേ തന്നെ കൊടുത്ത് അവരവിടെ താമസിച്ച് ജോലിക്ക് പോയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ആക്കാൻ പോകുന്നത്. അതിൻ്റെ സ്ഥലമെല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. എത്ര പേരെ അവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. മേയറും ഞാനും ഇതിൽ മുൻകൈ എടുത്ത് നമുക്ക് ഏപ്രിലിൽ അത് തുടങ്ങാൻ പറ്റും. സോ അത് പക്ഷേ നിങ്ങൾ പറയുന്നത് ബെഗറിയാണ്. ബെഗറി ഞാനും മേയറും ഇപ്പോൾ കമ്മീഷണറോട് അഗെയിൻ നിങ്ങൾ ഇരിക്കാൻ പോകുന്നുണ്ട്. അത് സ്ട്രിക്റ്റായിട്ട് ബെഗറിയിൽ നമ്മൾ വളരെ ശക്തമായിട്ട് ഇപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും ഓൾറെഡി പോലീസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനും അത് പേഴ്സണലി ഇടപെടാം. തീർച്ചയായിട്ടും ബെഗറി എനി കൈൻഡ് ഓഫ് ഈ മാഫിയ അത് നമ്മുടെ സിറ്റിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കില്ല. നാച്ചുറലി കൊച്ചി പോലെ ഒരു സിറ്റിയിൽ, കൊച്ചി ഈസ് ദ സിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. സോ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ തന്നെ ഒരു ചെന്നൈ പോലെ, ഒരു ഹൈദരാബാദ്, ബാംഗ്ലൂർ പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ അവസരത്തിന് വേണ്ടി വരുന്ന ഒരു സിറ്റിയായി പോയി കൊച്ചി. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ഉള്ളത്. പക്ഷേ തീർച്ചയായിട്ടും ഇത് രണ്ടായിട്ട് കണ്ട് ജോബ് പോകാൻ ശേഷിയുള്ളവർ, പക്ഷേ അവർക്ക് ഇങ്ങനെ പുറത്ത് തന്നെ കിടക്കണം, അങ്ങനെ ഉണ്ട്. അവരെ നമ്മൾ പ്രോപ്പറായിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ബെഗറിയെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ അത് തടയാനുള്ള ഇപ്പോൾ എവിഡൻസ് നിങ്ങൾ പറയുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കമ്മീഷണർ ഞാൻ ഇതിൽ ഇടപെട്ട് നമുക്കത് തീർക്കാൻ പറ്റും. പൂക്കച്ചവടത്തിൽ നിന്നുള്ള വ്യാജേന പാലത്തിനടിയിൽ തമ്പടിച്ചിരിക്കുന്ന ഇവരെ പോലീസ് വന്ന് തുരത്തി ഓടിക്കും. വീണ്ടും പോലീസ് പോയി കഴിയുമ്പോൾ ഇവർ അവിടെ വന്ന് കിടക്കും. ഇവരിങ്ങനെ നിർബാധം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണക്കാരും മലയാളികൾ മാത്രമാണ്. ഇവരുടെ ഭൂമി മേടിക്കുന്നതൊന്നുമല്ല വിഷയം, ഇവർക്ക് ഭിക്ഷ കൊടുക്കുന്നത് മാത്രമാണ് വിഷയം. അത് മലയാളി എന്ന് നിർത്തുന്നോ അന്ന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം സമാധാനമാകും. ഇവരെന്നിട്ട് ഓടിയാൽ ഈ ഗ്രില്ല് ചാടി പുറത്തേക്ക് ആടി വാഹനത്തിന് മുമ്പിൽ വീണാൽ ഈ വന്ന പോലീസ് നിങ്ങൾ കുറ്റക്കാരാവും. എന്താണ് മേഡത്തിന് എന്താ പറയാനുള്ളത്? നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ സങ്കടം തന്നെയാണ് വരുന്നത്. ഈ കുട്ടികളുമായിട്ട് ഇവിടെ വന്ന് കിടക്കുന്ന കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. പക്ഷെ ഇപ്പൊ ഏതായാലും നിന്നിട്ട് എപ്പോ നിങ്ങൾ വിളിച്ചാലും ഞങ്ങൾ വന്നിരിക്കും. TV19 കേരളയുടെ വാർത്തയ്ക്ക് ഫലമുണ്ടായിരിക്കുന്നു. ഭിക്ഷാടകരെയും മറ്റ് അനധികൃതമായി താമസിക്കുന്ന എല്ലാവരെയും കളമശ്ശേരിയിൽ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് മേയറും കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും ചേർന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. എന്നെ ഇവരെല്ലാം കൂടി തല്ലി തവിടുപൊടി ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ തവിടുപൊടി ആക്കുന്ന സ്ഥലത്തേക്ക് ഞാനിപ്പോൾ കേരള പോലീസിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. എനിക്ക് സുരക്ഷയ്ക്ക് പോലീസേ ഉള്ളൂ. ഞാൻ ആശ്രയിക്കുന്ന പോലീസിനെയാണ്. എന്നും പോലീസിനാണ്. ഓടി വന്നല്ലോ, അതാണ് വലിയ കാര്യം. പോലീസ് വന്നപ്പോഴത്തേക്കും റെഡി ആക്കുമെന്ന് പറഞ്ഞവരെല്ലാം 4 വഴിക്ക് ഓടിപ്പോയി. ജെയിംസ് കുട്ടി അല്ലേ നമ്മുടെ മാധ്യമപ്രവർത്തകൻ?
അതെ അതെ സാർ. നിങ്ങൾ ചെയ്തതോടുകൂടി ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ അതോടുകൂടി അവിടുത്തെ ഇപ്പൊ ഞങ്ങൾക്ക് കുറെ ഭാഗം കിട്ടി. ഞങ്ങൾ പിടിക്കാറുണ്ടെങ്കിൽ പോലെ ഇപ്പൊ ഭയങ്കരമായിട്ട് പിടിച്ച് ഇപ്പൊ ആ സാധനം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ എങ്ങും നടക്കുന്നില്ല. അതുകൊണ്ട് സിറ്റി കംപ്ലീറ്റും ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളെ നിങ്ങൾ ചെയ്തായിരുന്നു ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതായത് അങ്ങനെ ഒരാൾ വന്നതുകൊണ്ടുകൂടി ഞങ്ങൾക്ക് ആ പേര് ഇപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന എല്ലായിടത്തും നിങ്ങൾക്ക് ഇപ്പൊ നോക്കി കാണാം. ഇപ്പൊ ഒരു വഴിയിൽ ഞങ്ങൾ 10 രൂപ കുടയെല്ലാം എല്ലാം എടുത്തുകൊണ്ട് എല്ലായിടത്തും ഇരുന്ന് നശിപ്പിച്ച് ഞങ്ങൾക്കും കൂടെ സപ്പോർട്ട് ആയിട്ടുണ്ട്. സപ്പോർട്ട് കിട്ടിയതോടുകൂടി അപ്പൊ ജനങ്ങൾ പോലീസിന്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ കൂടി പേര് ഉണ്ടാവും. അപ്പൊ ഇത് പേര് വന്നിട്ടുണ്ട്. നന്നായി. അതിനെ നന്ദി അറിയിക്കുക ആദ്യം തന്നെ കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇടവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ആർക്കും മറക്കാൻ വേണ്ടി ഒരിക്കലും പറ്റില്ല. വരാപ്പുള്ളിയിലെ ശ്രീജിത്ത് ആള് മാറി ഇവിടുന്ന് AV ജോർജ് IPS അദ്ദേഹം ഇന്ന് റിട്ടയർഡ് ആയിട്ട് ഉണ്ട്. അമ്മ എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം? നല്ല വിശേഷം. വെയിലത്ത് നിന്നാണല്ലോ വന്നത്. മോറൊക്കെ വെയില് നനഞ്ഞു. അത് നമ്മളെ ഞാൻ എപ്പോഴും ശ്രീത്തിന്റെ ഇത് അടിച്ചു നോക്കുമ്പോ സാറിന്റെ മൈക്കിങ് മൈക്ക് വെച്ചോട്ടെ. ഇതിപ്പോ 7 വർഷം തികയാണ്. 7 വർഷം തിങ്കളാഴ്ച 7 വർഷമായി. തീരെ ആരോഗ്യ പ്രശ്നമാണ്. കാല് ഭയങ്കര നീരാണ്. ജോലി ചെയ്യാൻ പറ്റുന്നില്ല. നല്ല നീര് കണ്ട. ഇപ്പൊ എത്ര സ്ഥലത്താണ് ജോലിക്ക് പോകുന്നത്? ഇപ്പൊ ഞാൻ 3 വീടുള്ളൂ. ഒരു ദിവസം 1 വീടും ഒരു ദിവസം 2 വീടും. അങ്ങനെ ഒരു ദിവസം 2 വീട്, ഒരു ദിവസം 1 വീട്, അങ്ങനെ 3 വീട്ടിലാണ് ജോലിക്ക് പോകണം അല്ലെ? പ്രേക്ഷകര് നമ്മുടെ അടുത്തേക്ക് എത്തിച്ച ഒരു ചെറിയൊരു സഹായം തീർച്ചയായും ഞാൻ അമ്മയെ ഏൽപ്പിക്കണം. ജോലിക്ക് പോകാൻ പറ്റണില്ല. ഇപ്പൊ ജോലിക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ? കാലത്തെ മോൻ കൊണ്ടുപോയി ആക്കുകളെ വൈകിട്ട് ഞാൻ പിന്നെ ഓട്ടോറിക്ഷനൊക്കെയാണ് വരുന്നത്. ഇത് ചെറിയൊരു 4000 രൂപയേ ഉള്ളൂ. എന്നാലും അമ്മയ്ക്ക് സഹായം വായിക്കണം. അങ്ങനൊന്നും പിടിക്കണ്ട. എന്താ പറയാ, ഈ ജോലിക്ക് പോയി 3 സ്ഥലത്തൊക്കെ ജോലിക്ക് പോകണ്ടെന്നേ. വിഷമിക്കണ്ടെന്നൊന്നും പറയാനും പറ്റൂല. എന്താ പറയാ, അറിയാതെ TV9 കേരളയ്ക്ക് സഹായം എത്തിയത് 1 രൂപ വെച്ച് 27 പേരോളം നമുക്ക് പണം അയച്ചു. 10 രൂപയും 20 രൂപയും 30 രൂപയുമായിട്ട് ഏകദേശം 19ഓളം ആളുകൾ പണം അയച്ചു. പിന്നെ 100 രൂപയും 500 രൂപയും 1000 രൂപയുമായിട്ട് നമ്മളിലേക്ക് വന്ന തുക എല്ലാം കൂടി കൂടിയിട്ട് 8736 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നത്. അതിൽ 4000 രൂപ ഞാൻ ശ്രീജിത്തിൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. കാരണം ശ്രീജിത്ത് ഇന്ന് മരണപ്പെട്ടിട്ട് 7 വർഷം തികയാണ്. ആ അമ്മ ഇന്നും കൂലിവേലയാണ്. അവർക്ക് നടക്കാനാവില്ല. അവരുടെ കാലിൽ നീരാണ്. 3 വീട്ടിലാണ് അവർ ഒരു ദിവസം ജോലി ചെയ്യുന്നത്. തീർച്ചയായിട്ടും പ്രഷർ തന്ന ഈ ഒരു ചെറിയ തുക 4000 രൂപ, ചെറിയ തുക ഞാൻ ഒരിക്കലും ഇത് വലിയ തുക തന്നെയാണ്. അത് ശ്രീജിത്തിൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം വിചാരിച്ചിരുന്നു അമ്മയെ എന്തെങ്കിലും സഹായം കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് പ്രേക്ഷകരുടെ ഈ ഒരു സഹായം ഉണ്ടായത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആവശ്യം TV9 കേരളയ്ക്കല്ല എന്നുള്ളത് എനിക്ക് തോന്നി. അതുപോലെ തന്നെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടുള്ള 3-4 സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്ന മറ്റൊരു സ്ത്രീ, അവർക്ക് ഞാൻ ബാക്കി തുക കൈമാറിയിട്ടുണ്ട്. അവർ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടില്ല. അസുഖങ്ങളായാലും അവർക്ക് ജോലിക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല. അവരുടെ ഹസ്ബൻഡ് രോഗാവസ്ഥയിലുള്ളതാണ്. ആ സ്ത്രീ അവർ ക്യാമറയ്ക്ക് മുമ്പിൽ വരാനൊന്നും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കയ്യിൽ ഭദ്രമായിട്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബാക്കി 4000 ചില്ലറയോളം വരുന്ന ആ ഒരു തുക പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ആ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിന്നും വീണ്ടും ഭിക്ഷാടകരുടെ അടുത്തേക്ക് പാലത്തിനടിയിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. ഒരാഴ്ചയോളം ഊണും ഉറക്കവും മാറ്റിവെച്ച് ഞാനിവർക്ക് പിന്നാലെ മാത്രമായിരുന്നു. പാലത്തിനടിയിൽ ഭക്ഷണം വെച്ച് തൂണിനടുത്ത് മാറിയിരുന്ന് അപ്പിയിട്ട് പിന്നെ പരസ്പരം നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിക്കും രീതിയിൽ ചീത്തവിളിയും തമ്മിലടിയും. ഇതിനെന്നാണ് നമ്മുടെ നാട്ടിൽ ഒരു അവസാനം ഉണ്ടാവുക? 7 ദിവസം ഞാൻ തുടർച്ചയായി ഇറങ്ങി പുറപ്പെട്ടു. അതിൽ 6ാം ദിവസത്തെ കാഴ്ചയാണിത്. പകല് നിങ്ങൾ ഈ വെയിൽ പോയി കൊച്ചിനെ കൊള്ളിച്ചല്ലേ? പൊക്ക ഔട്ടോട്ട് പോകും. മര്യാദയ്ക്കാ പറയണം. ഞാൻ പോലീസിനെ വിളിക്കും. നിങ്ങളെ കൊച്ചിനെ കൊണ്ട് ബിസിനസ് പറ്റില്ല. എന്ത് വന്നാലും ശരി. ഈ കൊച്ചിൻ്റെ അവസ്ഥ എന്താണ്? ഈ കൊച്ചിനെ കൊതുകും കടിച്ച്, ഈ കമ്പനിയിൽ കൊതുകും കടിപ്പിച്ച് പോലീസ് നിങ്ങൾ ഓടൊന്നും വേണ്ട. കൊച്ചിന്റെ മുഖത്തിന്റെ അടിച്ച് എന്തിനാ? ഓടൊന്നും വേണ്ട. എന്തിനാ ഓടുന്നേ? इधर कैसा रखना सकता? तुम लोग को रूम नहीं है. सामान ले, सब ले. बच्चा को पकड़ो अच्छी जैसे. മേഡം കൊച്ചിനെ നോക്കാൻ പറ. നോക്ക്, ഇതാ കൊച്ച്. कपड़ा उसके मुंह में आती है. കട്ടിയുള്ള ഒരു തുണി വെച്ച് ആ കുഞ്ഞിന്റെ തലയ്ക്ക് ചുറ്റിനും ഇങ്ങനെ ബാൻഡേജ് ചുറ്റുന്നത് പോലെ ചുറ്റിവെച്ച് ശ്വാസം മുട്ടുന്ന രീതിയിൽ ഒക്കത്ത് വെച്ച് നിൽക്കുകയാണ് ഈ സ്ത്രീ. പാലത്തിനടിയിലെ കൂരിരുട്ടിലും എന്തിനാണ് ശ്വാസം മുട്ടുന്ന രീതിയിൽ ഈ കുഞ്ഞിന്റെ മുഖം ഇങ്ങനെ ഇവർ മറയ്ക്കുവാൻ ശ്രമിക്കുന്നത്? സമയത്ത് പുലർച്ചെ 2:30 മണിയോട് എടുക്കുന്നു. ഞങ്ങളിങ്ങനെ ഈ രാത്രി സമയങ്ങളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. ഈ ഭിക്ഷാടകരായിട്ടുള്ള ആളുകൾ പാലത്തിനടിയിൽ ഒന്തി ഉറങ്ങുന്നു. ഇവർ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 1-2 ദിവസം ഒന്നും രാത്രികളിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒന്നും വിഷ്വലുകൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടില്ല. വിഷ്വലുകൾ നമ്മുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി പാലങ്ങളിലൊന്നാണ് വൈറ്റില മേൽപ്പാലം. എൻ്റെ പിന്നിൽ കാണുന്നതാണ് വൈറ്റില മേൽപ്പാലം. ആ പാലത്തിനടിയിൽ ടെൻറ്റുകൾ കെട്ടി ഇങ്ങനെ ഒരുപാട് പേര് ഈ കൊതുകുവലയ്ക്കുള്ളിൽ ഇങ്ങനെ അന്തി ഉറങ്ങുകയാണ്. അതിൽ നമ്മൾ കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നു 9 മാസവും 10 മാസമൊക്കെ പ്രായമുള്ള
ഒട്ടനവധി കുഞ്ഞുങ്ങൾ ആ ടെന്റുകൾക്കുള്ളിലുണ്ട്. അതിൽ ഞാൻ കൃത്യമായിട്ട് പോയിട്ട് കുറച്ച് വിഷ്വലുകൾ പകർത്തി. അവരെന്നെ തടഞ്ഞു, പക്ഷേ ഞാൻ വിഷ്വലുകൾ പകർത്തി. ആ വിഷ്വലുകൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് 4 കുഞ്ഞുങ്ങൾ ആ ടെന്റിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. നമ്മൾ 112ലേക്ക് വിളിക്കും, വളരെ പെട്ടെന്ന് തന്നെ പോലീസ് എത്തും. പോലീസ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ വാരി പിടിച്ച് അവർ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യും. പക്ഷേ തൊട്ടപ്പുറത്തേക്ക് മാറി നിന്നതിന് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ 1-2 ജംഗ്ഷൻ അപ്പുറത്തേക്ക് വേണമെങ്കിൽ ഇവർ നടന്നങ്ങോട്ട് പോകും. അതിനുശേഷം പോലീസ് പോയി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഇതേമാതിരി തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീണ്ടും ടെന്റ് കിട്ടിയിട്ട് അവിടെ കിടക്കുകയാണ്. നട്ടുച്ചയ്ക്ക് നമുക്ക് പോലും ഈ റോഡിൽ ഇറങ്ങുന്നതിന് ഈ വെയിലൊന്നും കൊള്ളാൻ വേണ്ടി പറ്റില്ല. അത്രയും കഠിനമായിട്ടുള്ള വെയിൽ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിരന്തരം ഈ 11 മണി 12 മണി മുതൽ ഇങ്ങനെ കൊണ്ട് അതിനുശേഷം 4 മണി 5 മണിക്ക് ശേഷവും ഇവർ ഈ കുഞ്ഞുങ്ങൾ ഈ ജോലി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒക്കെ തിരുന്നിട്ട് ഈ പൂ വിൽപ്പനയും അല്ലെങ്കിൽ ഭിക്ഷാടനവും ഒക്കെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കൈ കൂപ്പിച്ചിട്ട് ഭിക്ഷ തിണ്ടിക്കും. ഇത് കാണുന്ന ആളുകൾ പെട്ടെന്ന് എന്തെങ്കിലും ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൈകൂപ്പി വളരെ ഈ വെയിൽ കൊണ്ട് പൊള്ളി വരണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ കൈ കൂപ്പുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പണം എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കും. മലയാളികൾ ഏറെ ശ്രദ്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ TV 19 കേരള പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ ഇത് നമ്മുടെ ജനപ്രതിനിധികൾ ഇത് കൃത്യമായിട്ട് ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും നടന്നിട്ടേ ഇല്ലെന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും പറയാം. ഒട്ടനവധി അമ്മമാർ ഈ കഴിഞ്ഞ ദിവസം അമ്മമാർ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളാണ് കൂടുതലും വിളിക്കുന്നത്. അവർ പറയാണ്, മോനെ ഉറങ്ങിയിട്ടില്ല, 3-4 ദിവസമായി ഈ ആ കുഞ്ഞുങ്ങളുടെ ചെകളൊക്കെ അടിക്കുന്ന കണ്ടിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. ആ കുഞ്ഞുങ്ങളെ അന്ന് CWC ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, എന്നിട്ട് അത് എന്തായി, ആ കുഞ്ഞുങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥർ എത്തിയോ, കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന കുഞ്ഞുങ്ങളാണോ അത്, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ ഒന്നടങ്കം ഹൃദയത്തിലേറ്റിയ വാർത്തയാണത്. പക്ഷേ മുൻപൊക്കെ സാറ്റലൈറ്റ് ചാനലുകളിൽ എന്തെങ്കിലും വാർത്ത ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പ്രാധാന്യമുള്ളതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിയമസഭയിൽ ജനപ്രതിനിധിയായിട്ടുള്ള MLA ഒക്കെ അത് കൃത്യമായിട്ട് നിയമസഭയിൽ ചോദിക്കും. എൻ്റെ ഓർമ്മയിൽ അനൂപ് ജേക്കബ് ആണെന്ന് തോന്നുന്നു മുൻപ് ചെയ്തിട്ടുള്ള ഒരു കേസ് കൃത്യമായിട്ട് അദ്ദേഹം അത് നിയമസഭയിൽ ഊന്നി ചോദിച്ചു. ഇതിപ്പോൾ TV 19 കേരള എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലേ, അത്രയേറെ അങ്ങ് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ള അങ്ങനെ ഒരു തോന്നലാണ് തോന്നുന്നു. പക്ഷേ മലയാളികൾ ഹൃദയത്തിലേറ്റ ചാനൽ തന്നെയാണ് TV 19 കേരള. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വെയിലത്ത് കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ഭിക്ഷ കണ്ടി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ ആപത്താണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് വരെ പറഞ്ഞ് ഓടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് നമ്മൾ പോയി വാർത്ത പബ്ലിഷായി ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും അവരോട് വരികയാണ്.